ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് മാംഗോ പിക്കിളാണ് ചെയ്യുന്നത്. അതായത് കറികളൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഒരുപാട് ദിവസം മുമ്പൊന്നും ചെയ്തു വെക്കേണ്ടാത്ത ഈസി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് മാംഗോ പിക്കിളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കും. ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മണവും പുളിയൊക്കെയുള്ള ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ മാങ്ങയുടെ തോല് ചെത്തിയിട്ടാണ് കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. നിങ്ങൾക്ക് അതല്ല തോലും കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. അതുപോലെ മാങ്ങയുടെ എണ്ണവും നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അളവ് കൂട്ടേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് എത്ര ഉപ്പ് വേണോ അത്ര ചേർത്ത് കൊടുക്കാം. ഇനി നല്ല എരിവുള്ള മുളക് പൊടി, അതൊരു ചെറിയ ടീസ്പൂൺ നിറച്ചളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റന്റ് പിക്കിള് വല്ലാതെ കച്ചുപോകും. അതായത് ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവയുടെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടായി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു മാങ്ങ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ പൊടികളും മാങ്ങയിൽ നല്ലതുപോലെ ആവണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു മാങ്ങയുടെ എല്ലാ വെള്ളം ഉണ്ടല്ലോ അത് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഉപ്പും മുളകൊക്കെ നമ്മുടെ പാകത്തിനില്ലേ നോക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം കടുക് പൊട്ടിച്ചിടാം. കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു വാട്ടറി കണ്ടന്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഏതായാലും നമുക്കിനി കടുക് പൊട്ടിക്കാം. നമ്മളിവിടെ ഒരു ചെറിയ തടുക്ക വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് മതി. അതിലേക്ക് 4 കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിച്ചത് നേരെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ നേരെ കടുക് വറുത്ത ചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങ കുക്കായതുപോലെ ഫീൽ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് ഇതിനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.